സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം തുടങ്ങാനിരിക്കെ വറുതിയിൽ മത്സ്യത്തൊഴിലാളികളെന്ന വാർത്ത. ട്രോളിംഗിന് മുമ്പ് തുടങ്ങിയ മഴയും കാലാവസ്ഥാ വ്യതിയാനവും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാക്കിയെന്ന് കൊല്ലം ബ്യൂറോ. അരുൺരാജ് കൊല്ലത്തെ മുതാക്കരയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. അരുൺരാജ്, ഗുഡ് മോർണിംഗ്. പറയൂ അരുൺരാജ്. വെരി ഗുഡ് മോർണിംഗ്. പക്ഷേ തീരദേശ മേഖലയെ സംബന്ധിച്ച് വളരെ ദുരിതത്തിലാണ് അവരുടെ ജീവിതം. നമുക്ക് ഈ കഴിഞ്ഞ ദിവസത്തെ കാലാവസ്ഥയടക്കം വളരെ വ്യക്തമാണ്. കടലിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോഴും തന്നെ കടലിലുണ്ട് എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പ്രത്യേകിച്ച് ജൂൺ 9 അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് തുടരാനിരിക്കുകയാണ്. 52 ദിവസം തുടരുന്ന ഈ ട്രോളിംഗ് അത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ദുരിത കാലഘട്ടമാണ്, വറുതിയുടെ കാലഘട്ടമാണ്. അതിന് മുമ്പാണ് ഈ മത്സ്യസമ്പത്ത് കൂടുതൽ ഈ ചാറ്റൽ മഴയടക്കം പെയ്യുന്ന ഘട്ടത്തിലാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ വലിയ രീതിയിലുള്ള ഒരു മത്സ്യ ലഭിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ മത്സ്യബന്ധനത്തിന് പരിപൂർണമായ നിയന്ത്രണം ഇപ്പോൾ ഈ ഘട്ടത്തിൽ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ ഉള്ളിലേക്ക് പോയ മത്സ്യബന്ധന യാനങ്ങൾക്ക് തിരിച്ചു വരേണ്ട സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തു. നിലവിൽ സർക്കാർ ഈ ഇൻബോർഡ് വള്ളങ്ങൾക്കൊപ്പം ഈ കാരിയർ വെള്ളം കൂടി ഒരു തവണ മാത്രമേ ഈ വലയെറിയാൻ അനുവദിക്കൂ എന്നുള്ള നിയമം കൊണ്ടുവന്നത് വലിയ ആശ്വാസത്തിലാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. നിലവിൽ നമ്മുടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അവരെ പ്രതിനിധീകരിക്കുന്ന റോബിൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുതിയ നിയമങ്ങൾ കൂടി വരുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇൻബോർഡ് വള്ളങ്ങൾക്കൊപ്പം ഒരു കാരിയർ വെള്ളം കൂടി മാത്രം, അതിനപ്പുറം ഇനി ഉണ്ടാകാൻ കഴിയില്ല എന്നുള്ള കർശനമായ നിർദ്ദേശം വന്നു. അത് നിങ്ങളെ സംബന്ധിച്ച് വലിയ ഗുണമാണോ? ഇത് ഈ കൊല്ലമല്ല, കഴിഞ്ഞതിൻ്റെ മുൻപത്തെ കൊല്ലം പ്രാദേശിക തലത്തിലെടുത്ത ഒരു തീരുമാനമാണ്. പലപ്പോഴും ഇത് ഈ തീരം എന്ന് പറഞ്ഞത് പ്രൊട്ടക്ഷൻ മേഖലയാണ്. നീണ്ടരയിൽ പലപ്പോഴും കടൽ പ്രക്ഷുബ്ധമാവും. അപ്പം കൊല്ലം ജില്ലയിൽപ്പെട്ട എല്ലാ ഈ വലിയ യാനങ്ങളും മദർ യാനങ്ങളും ഇവിടെയാണ് കേന്ദ്രീകരിക്കുന്നത്. ഈ മദർ വള്ളങ്ങളുടെ കൂടെ കാരിയർ വള്ളവും ഞങ്ങൾ പ്രാദേശികമായിട്ട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ജില്ലാ ഭരണകൂടം എടുത്ത തീരുമാനത്തിന് അന്ന് അനുസരിച്ച് പോകുന്നു. പക്ഷെ കാണുന്നത് എന്തുവാ, രാവിലെ 9 മണിക്ക് ഈ വള്ളങ്ങൾ വരുമ്പോൾ മദർ വള്ളം കൂടെ വരേണ്ട കാരിയർ വള്ളത്തിൻ്റെ കൂടെ അവർ നിങ്ങളെ ആവശ്യം പലപ്പോഴും അംഗീകരിക്കാറില്ല. ഈ നടപ്പിലാക്കുന്നുണ്ട്. ഒരു 10-11 മണി കഴിഞ്ഞാൽ പിന്നെ ഇത് ഡ്യൂട്ടി നോക്കാനായിട്ട് ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധക്കുറവാണ് പലപ്പോഴും ഇവിടെ പ്രാദേശികമായിട്ട് വിഷയങ്ങളുണ്ടാകാനുള്ള സാധ്യത. പലപ്പോഴും ഈ ട്രോളിംഗ് നിരോധന കാലത്ത് സംഘർഷങ്ങളുടെ കൂടി പതിവാണ് ഈ മത്സ്യബന്ധന മേഖലയെ. കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മദർയാനങ്ങളിൽ നിന്ന് കൂടുതൽ മത്സ്യങ്ങൾ കേന്ദ്രീകരിച്ച് അത് വിൽപ്പനയ്ക്കടക്കം എത്തിക്കുന്നു. അത് മത്സ്യസമ്പത്തിനെ ഈ ട്രോളിംഗ് നിരോധനവുമായി ഒരു ഘട്ടത്തിലും ബന്ധിപ്പിച്ചാൽ അത് വലിയ രീതിയിൽ കോട്ടം തട്ടുന്നു എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അതുകൊണ്ട് ഇത്തവണ ഈ തീരുമാനം വളരെ ശക്തമായി തന്നെ നടപ്പാക്കണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥയിലെ നേരിലുള്ള പ്രശ്നം, അത് ഈ റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇത് ഒരു മാസം മുമ്പ് തന്നെ തങ്ങൾക്ക് നൽകണമെന്ന ആവശ്യവും മത്സ്യത്തൊഴിലാളികൾ ഇഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.